കരഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ പണിയെടുക്കുന്നത് എങ്കിലും കാണുന്നവർക്ക് സന്തോഷവും സമാധാനവും നൽകുന്നത് എന്താണ്? കരഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ പണിയെടുക്കുന്നത് എങ്കിലും കാണുന്നവർക്ക് സന്തോഷവും സമാധാനവും നൽകുന്നത് എന്താണ്? എനിക്കൊരു ഊഹം ഉണ്ട്, പക്ഷെ ഞാനൊരു ലൈഫ് ലൈൻ എടുക്കാം. റിസ്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ആദ്യം ആരെയാ വേണ്ടത്? കുട്ടിയേട്ടൻ വേണോ? മിറാഷിനെ വിളിക്കാം. മിറാഷ്, ഡോക്ടർ മിറാഷ്. ഡോക്ടർ മിറാഷ്, പ്ലീസ് കം. Hi Mirage. Hi boss. How are you? Fine. Still you are alive? Alive. Oh, thank you. Why should I? Humor is a serious business. Yes. Humor is a serious business. Quote and unquote, Mr. Ramesh Mishra. Yes. Humor is a very serious business. എന്റെ ബിസിനസ് ഭയങ്കര ഡള്ളാണ്. എന്റെ ബിസിനസ് ഭയങ്കര ഡള്ളാണ്. ഓക്കെ, അപ്പോ എന്താണ് ക്വസ്റ്റ്യൻ? കരഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ പണിയെടുക്കുന്നത് എങ്കിലും കാണുന്നവർക്ക് സന്തോഷവും സമാധാനവും നൽകുന്നത് എന്താണ്? ഇതിന്റെ ഉത്തരം അറിയില്ല. ഒരു ഊഹമുണ്ട്. റിസ്ക് എടുക്കണ്ട, നിങ്ങൾക്ക് ഒരു ജോലി വേണ്ട. നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വർക്ക് കുറവാണ്. അല്ല, ചോദ്യം ഉണ്ടാക്കി രണ്ടുപേരും റബ്ബർ വഴി ഓടി. ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനിത് നിങ്ങൾ ഓടണ്ടല്ലോ ഓർത്ത് വിളിച്ച് വരുത്തിയെന്നേ ഉള്ളൂ. ഓക്കെ, ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന് ഉത്തരം പറഞ്ഞാൽ ഇതിന്റെ ഉത്തരം ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. സിനിമാ നടി ഷക്കീലയ്ക്ക് വക്കീലായി ജോലി കിട്ടി. സിനിമാ നടി ഷക്കീലയ്ക്ക് വക്കീലായി ജോലി കിട്ടി, പക്ഷെ എല്ലാ കേസുകളും തോറ്റുപോകുന്നു. എന്തുകൊണ്ട്? സിനിമാ നടി ഷക്കീലയ്ക്ക് വക്കീലായിട്ട് ജോലി കിട്ടി, പിന്നെ എല്ലാ കേസുകളും തോറ്റു പോകുന്നു. അറിയില്ല. ഷക്കീലയായിട്ട് പിഷാരടിക്ക് ബന്ധമില്ല. പറഞ്ഞോളൂ. ഷക്കീല ജഡ്ജിയോട് പറയും, തെറ്റ് ചെയ്യാത്തവരായി ആരുണ്ട് ഗോപു, പിന്നെ എങ്ങനെ കേസ് ജയിക്കും? ആവശ്യമുണ്ടെങ്കിൽ ചിരിക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സൂക്ഷിച്ചു വെക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാലത്ത് ചിരിക്കാൻ പറ്റാതായാൽ അന്ന് ചിരിക്കാൻ വേണ്ടി മതിലുകളിൽ പറയുന്നുണ്ടല്ലോ. പണ്ട് നമ്മുടെ മിമിക്രിക്കാരുടെ സംഘടന ഇവിടെ ഫ്ലവേഴ്സുമായിട്ട്, റൈറ്റൽ എന്ന് പറഞ്ഞ എഴുത്തുകാരുടെ സംഘടന ഫ്ലവേഴ്സുമായിട്ട് കൂടി ഒരു ഷോ ചെയ്തു. ഫ്ലവേഴ്സ് അന്ന് 10-35 ലക്ഷം രൂപ സംഘടനയ്ക്ക് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അന്ന് വന്നിരുന്നു. അന്ന് ഈ മിറാഷിന്റെ ഇതേ ചായ ഉള്ള ഒരാളുണ്ട് മിമിക്രിയിൽ, അഖിൽ കവലിയൂർ എന്നാണ് പേര്. അനിയനും ചേട്ടനാണെന്ന് തോന്നുന്നു. അതെ, അതേ ചായയാണ്. അന്നൊരു പാമ്പാട്ടിയുടെ സ്കിറ്റ് കളിച്ചു. അത് ടെലികാസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഈ സംഘടനയ്ക്ക് ഇത്ര പൈസ കൊടുക്കണോ എന്നുള്ള രീതിയിൽ വീണ്ടും ഒരു യോഗം ഫ്ലവേഴ്സിൽ കൂടി 5 ലക്ഷം കുറയ്ക്കാൻ പറ്റി, അത്രയും നല്ലതാണെന്ന് പറഞ്ഞിട്ട്. ഈ കവലിയൂരിന്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു. അതെ, അന്ന് മുതൽ എന്റെ ഫോണില് കവലിയൂർ പാമ്പാട്ടി എന്നാ ഞാൻ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങളുമായിട്ട് അതിന് ബന്ധമില്ല. മറ്റൊരു സമയത്ത് ഇത് പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാനിതിപ്പോ പറഞ്ഞത്. അദ്ദേഹം വലിയൊരു കലാകാരനാണ്, എനിക്കറിയാത്ത. എത്ര കേ കിട്ടും പുള്ളിക്ക്? പുള്ളിക്ക് മിക്കവാറും ഇവിടെ നടക്കുമ്പോൾ വേഷമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ, സ്വയം കരയുന്നുണ്ട് പക്ഷെ ഇത് കാണുമ്പോൾ എല്ലാവർക്കും സമാധാനം കിട്ടും. സിമ്പിൾ അല്ലേ? ഇതൊരു പ്രോഡക്റ്റ് ആണ്, ഒരു ഉൽപ്പന്നമാണ്, പല കളറുകളിൽ ലഭ്യമാണ്. ഇതൊരു പ്രോഡക്റ്റ് ആണ്, പല കളറുകളിൽ ലഭ്യമാണ്. ഞാനപ്പോ ഉദ്ദേശിച്ചതല്ല കേട്ടോ. ഞാൻ ആദ്യം ഫയർ എഞ്ചിൻ ആണെന്ന് വിചാരിച്ചു. കരഞ്ഞുകൊണ്ട് വരും, പക്ഷെ കാണുമ്പോ നമുക്കൊരു സമാധാനമാണ്, അത് വന്നല്ലോ. സിമ്പിൾ ആണ്, കാണുന്നവർക്ക് ശാന്തിയും സമാധാനവും. ഞാൻ വിചാരിച്ചു നല്ല കേക്കുമായിട്ട് ബന്ധമുണ്ട്. എന്ത് പറ്റി ബ്രോ? ഒരു ക്ലൂ കൊടുത്താ. ഡോക്ടറായി ഞാൻ നിന്ന് ഉരുവേണ്. ഇത് തീപ്പെട്ടി ഉപയോഗിച്ച് കത്തിക്കും. തീപ്പെട്ടി ഉപയോഗിച്ച് കത്തിക്കും. ആ പാമ്പാട്ടിയുടെ സ്കിറ്റിന്റെ കൂടെ എന്തായാലും മെഴുകുതിരി കറക്റ്റ് ആൻസർ. പലൂര് പള്ളിയിലെ ഞാൻ പോയി 2 തിരി കത്തിക്കും. കരഞ്ഞു ഞാൻ ഉരുകുന്ന പോലെ ആയിരുന്നു എന്റെ മനസ്സിൽ. കരയുക പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു ശബ്ദം വന്നു. ആ ഒരു ശബ്ദം വരുന്ന എന്തോ എക്യുപ്മെന്റ് ആണെന്ന് ഞാൻ വിചാരിച്ചു. അതാണ് ഫയർ എഞ്ചിൻ എന്നൊക്കെ ഞാൻ ആലോചിച്ചത്. മെഴുകുതിരി ഉരുകുമ്പോഴുള്ള കണ്ണീരാണ് കരച്ചിലെന്ന് ഉദ്ദേശിച്ചത്. നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? നല്ല ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു കൈ ഡോക്ടർ മിറാഷ്. അതുപോലെ മറ്റേ കവലിയൂരുണ്ടല്ലോ, യുവർ ബ്രദർ, അദ്ദേഹത്തോട് നമ്മുടെ അന്വേഷണം പറയും. തീർച്ചയായിട്ടും. അദ്ദേഹം ഭയങ്കര തിരക്കിലാണ്. പിന്നെ അദ്ദേഹം ഒരു നല്ല നിലയിൽ എത്തിയെന്ന് പറയും. അദ്ദേഹം ഒരു നല്ല നിലയിൽ മെഡിക്കൽ കോളേജിൽ അത് നോക്കിയും കണ്ടു നിന്ന ഫ്ലവേഴ്സ് അയാളുടെ കയ്യിലിരിക്കും. ആ കവലിയൂറിന്റെ അയാള് പലയിടത്തും പല സ്ഥാനത്തും ശബ്ദമായിട്ടും വേഷ ഞാൻ പറഞ്ഞത് മറ്റേ ചാനലുകാർ വിട്ടതാണോ? മറ്റേ ചാനലുകാരുടെ പൈസ രണ്ടിടത്തുണ്ട്. നീ ഏത് വർഷമാന്ന് അവനോടൊന്ന് ചോദിക്കണം കേട്ടോ. പിള്ളേരൊക്കെ ബിസ്ക്കറ്റ് മേടിക്കാൻ സമ്മതിക്കരുത്. ഉറപ്പായിട്ടും വിളിക്കും. ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നശിപ്പിക്കാനാണെന്ന്. ഇല്ല, ഞാൻ പറയാഞ്ഞതാ. ഞാനതൊക്കെ വെറുതെ പറഞ്ഞു, നിങ്ങൾക്ക് ജോലി ഇല്ലാണ്ടാക്കണ്ടല്ലോ. ഓടിക്കോ. ഡോക്ടർ മിറാഷ്, ഒരു കാര്യം കൂടി, നീ മേലിൽ ഈ ഫ്ലോറിൽ വക്കീലായ കഥയായിട്ട് വരരുത്. വക്കീലായ ഷക്കീല വക്കീൽ. റെഡി? താങ്ക് യു.
എന്തായാലും ഡോക്ടർ മിറാഷ് ഗ്രേറ്റ് മാൻ. ഗ്രേറ്റ് മാനാണ്. ഇവിടെ അല്ല ജനിച്ചത്, വിദേശത്താ. ജനിക്കണ്ടായിരുന്നു. വേണ്ടായിരുന്നു.